ഇന്ത്യൻ ഭരണഘടനയിലുള്ള ആർട്ടിക്കിൾ 25 നമുക്ക് ഏത് മതവിശ്വാസം പ്രാക്ടീസ് ചെയ്യാനും ഏത് ആശയം പ്രചരിപ്പിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. ഇത് പറയാനുള്ള കാരണം, ഈ അടുത്തിടെയായി മഹാകുംഭമേളയിൽ കുറച്ച് നിരീശ്വരവാദികൾ പൈസയൊക്കെ ചിലവാക്കി ഒരു കൂട്ടമായിട്ട് അവിടെ ചെന്ന് കുറിയെല്ലാം തൊട്ട് വേഷമെല്ലാം ഇട്ട് അവിടെ പോയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് അതിൻ്റെ ഫോട്ടോയും ഫേസ്ബുക്കിലിട്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള സന്ദേശം എന്താണ്? ഇത് അവർ പറയുന്നത് ഇത് ട്രോൾ ആണെന്നാണ്. ആയിക്കോട്ടെ, ട്രോൾ ആയിക്കോട്ടെ. പക്ഷേ ഈ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾ അവിടെ അതിൻ്റെ ഒരു പ്രൊട്ടസ്റ്റും നടത്തുന്നതായിട്ട് കണ്ടില്ല. അത് അവിടെ ചെന്ന് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടി കിട്ടുമെന്നുള്ള പേടി കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ എന്നിരുന്നാലും പുള്ളി അതൊരു ട്രോളായിട്ടാണ് അത് അവതരിപ്പിച്ചത്. ഇത് പറയുമ്പോൾ നമുക്ക് 2015 ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും. സൗദി അറേബ്യയിൽ നിന്ന് ഒരു പെണ്ണ് റാണ അഹമ്മദ് എന്നുള്ള കപടനാമത്തിൽ മെക്കയിൽ പോയിട്ട് പ്രൗഡ് ടു ബി എൻ ഏത്തീസ്റ്റ് എന്ന് പറഞ്ഞൊരു കടലാസ് കഷ്ണത്തിൽ എഴുതി, വലിയ ഡെക്കറേഷനൊന്നും ഇല്ലാതെ തന്നെ എഴുതി ഇങ്ങനെ പിടിച്ച ഒരു ചിത്രമുണ്ട്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടായിരിക്കും. ആ പെൺകുട്ടി കാണിച്ച ആ ഒരു ധൈര്യം ഈ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ് സുഹൃത്തുക്കളെ. അത്രയെങ്കിലും കോമൺ സെൻസ് ഈ നിരീശ്വരവാദികളെന്ന് പറയുന്നവർ കാണിക്കേണ്ട ഒരു സമയമാണ്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്, വേറൊന്നും വിചാരിക്കരുത്.